വെള്ളക്കടല കൊണ്ട് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ഐറ്റം ഉണ്ടാക്കിയല്ലോ. വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്, ചപ്പാത്തിയുടെ കൂടെയും പൂരിയുടെ കൂടെ ഒക്കെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതിനായിട്ട് തലേദിവസം രാത്രി തന്നെ കടല വെള്ളത്തിലിട്ട് വെക്കണം. എന്നിട്ട് പിറ്റേ ദിവസം നന്നായിട്ടൊന്ന് കഴുകിയിട്ട് കുക്കറിൽ ഇട്ട് കൊടുക്കാം. ഒരു 8 മണിക്കൂറെങ്കിലും മിനിമം വെള്ളത്തിലിട്ട് വെക്കണം കേട്ടോ. ഇനി ഇതാ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തു. ആവശ്യത്തിന് ഉപ്പും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കുക. അത് കഴിഞ്ഞ് അടച്ച് വെച്ചൊരു 4 വിസിലെങ്കിലും അടുപ്പിച്ചെടുക്കണം. 4 വിസിലടിച്ച് പ്രഷറൊക്കെ പോയി കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോൾ കടല നന്നായിട്ട് വെന്തിട്ടുണ്ട്, എന്നാൽ ഉടഞ്ഞു പോയിട്ടുമില്ല. ഇനി ഒരു അരപ്പ് റെഡിയാക്കണം. അപ്പോൾ അതിനായിട്ട് ചെറിയ ജാറിലേക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കരിവേപ്പില, കുറച്ച് മല്ലിയില, പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഇത്രയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണം. അരയ്ക്കേണ്ട ആവശ്യമില്ല, ചതച്ചെടുത്താൽ മതി. ഇനി ഒരു പാൻ ചൂടാക്കാൻ വെച്ചു, എണ്ണ ഒഴിച്ചു കൊടുത്തു. എണ്ണ ചൂടായി വരുന്ന സമയത്ത് കടുകിട്ട് പൊട്ടിച്ചു, വറ്റൽമുളക് ചേർത്ത് കൊടുത്തു, ചെറുതായിട്ട് അരിഞ്ഞിരിക്കുന്ന ഉള്ളി, കുറച്ച് ഉപ്പ്, കുറച്ച് കരിവേപ്പില, ഇത്രയും ചേർത്തിട്ട് ഉള്ളിയുടെ കളർ ഒന്ന് മാറി വരുന്നവരെ വഴറ്റിയെടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് മഞ്ഞൾപ്പൊടി, പിന്നെ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പും കൂടി ചേർത്ത് കൊടുത്തു. എന്നിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുക. ഇനി ഇതിലോട്ട് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കടലയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. കുറച്ച് കായപ്പൊടി ചേർക്കുകയാണെങ്കിൽ ഗ്യാസ്ട്രിക് ഇഷ്യൂസ് ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ ഫുൾ വീഡിയോയുടെ ലിങ്ക് ഞാൻ ടാഗ് ചെയ്തിട്ടുണ്ട്, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ടാറ്റാ.